ങ്ങളും അവയുടെ സ്ഥാപകരും ആരൊക്കെയാണെന്ന് നോക്കാം. ആര്യസമാജം ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകരണി സമാജം വീരേശലിംഗം, സത്യശോധക സമാജം ജ്യോതിബ ഫൂലെ, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, SNDP ശ്രീനാരായണ ഗുരു. SNDP ശ്രീനാരായണ ഗുരു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, സത്യശോധക സമാജം ജ്യോതിബ ഫൂലെ, ഹിതകരണി സമാജം വീരേശലിംഗം, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ആര്യസമാജം ദയാനന്ദ സരസ്വതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാളിൽ നിന്നുമാണ് സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി ഇദ്ദേഹത്തിൻ്റെ ബംഗാളി പത്രമാണ്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ. ബംഗാളി ഭാഷയുള്ള പത്രമാണ് സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയുള്ളത് മിറാത്തുൽ അക്ബർ. ഈ രണ്ട് പത്രങ്ങളായതാണ് രാജാറാം മോഹൻ റോയ്, സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കിക്കൊടുത്ത പദവി ഏത്? കൈസർ ഇ ഹിന്ദ്. കൈസർ ഇ ഹിന്ദ് പദവിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കിക്കൊടുത്ത പദവി. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ്. 1919 ഏപ്രിൽ 13 ഈ ദാരുണ സംഭവം നടന്നത്. സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. കൈസർ ഈ പദവി ഉപേക്ഷിച്ചതാരാണ്? ഗാന്ധിജിയും. സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറുമാണ്. ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എന്ന്? 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്. മലബാർ കലാപം നടന്ന വർഷം 1921. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. ചൗരിചൗര സംഭവം 1922. വൈക്കം സത്യാഗ്രഹം 1924. 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം, 1921 മലബാർ കലാപം, 1922 ചൗരിചൗര.